ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എളുപ്പത്തിൽ തന്നെ ഒരു നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇന്ന് 2 കപ്പ് റൈസിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യമായിട്ട് തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗീ അല്ലെങ്കിൽ ഗീയും ഓയിലും മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് നമുക്ക് ഫസ്റ്റിൽ ഓണിയൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം, ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ചൂടായ ഗീ അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു ഓണിയൻ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിത് നല്ല ബ്രൗൺ ആയിട്ട് നമുക്ക് എടുക്കണം. അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ആ ഗീയിൽ തന്നെ വേറെ പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഒരല്പം കൂടുതലായിരുന്നാലും കുഴപ്പമില്ല. നമുക്കിത് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. നമ്മുടെ ഓണിയൻ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ ഓണിയൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും കുത്തി ഇളക്കരുത്. അത് കുറച്ചൊന്ന് മൊരിയാൻ സമയം കൊടുക്കുക. അപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് റൈസിൻ കൂടെ ഇടാം. ഇപ്പം ഓയിലിൽ നിന്ന് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഗീയിൽ നിന്നാണ്, ഓയിലല്ല. ഇനി ആ സെയിം ബാലൻസ് ഉള്ള ഗീയിൽ തന്നെ കുറച്ച് ഒരു 3-4 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പ്, ഒരു തക്കോലം, ഇത്രയും ഇട്ട് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് കളർ ഫ്രൈ ആയിട്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഓണിയൻ അല്ലെങ്കിൽ ഹാഫ് ഓണിയൻ എടുത്താൽ മതിയാകും. പിന്നെ ഒരു 5 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ഇടുന്നുണ്ട്. ഇത്രയും ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പിടാം. അപ്പോൾ നമ്മുടെ ഓണിയൻ ലൈറ്റായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പം ഒരു 10 മിനിറ്റ് റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് എടുത്ത് വാരാൻ വെച്ചിട്ടിരുന്നതാണ്. ഒരു ഹാഫ് ആൻ അവർ പോലെ നിങ്ങളിങ്ങനെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മാത്രം വെള്ളത്തിൽ ഇട്ടിരുന്നാൽ മതിയാകും. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് മൊരിയിട്ട്, ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യണ്ട, ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ 250 ml കപ്പിലാണ് 2 കപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അപ്പോൾ അളവൊന്നും പറയണമെന്നില്ല. നിങ്ങൾ ഏത് കപ്പിലാണ് അരി എടുക്കണോ അതിൻ്റെ 1.5 കപ്പ് വെള്ളം എടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇപ്പോൾ ഞാൻ 2 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് 3 കപ്പ് വെള്ളമാണ്. ഞാനിപ്പോൾ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര കപ്പ് അരി എടുക്കണോ അതിന് ആവശ്യമുള്ള വെള്ളം നിങ്ങൾ ചൂടാകാൻ വെച്ചിട്ട് ഇത് ഒന്ന് മൊരിഞ്ഞ ഉടനെ തന്നെ ഇതിൽ ചൂടായ വെള്ളമാണ് ഒഴിക്കേണ്ടത്, തണുത്ത വെള്ളം ഒഴിക്കരുത്. നമ്മുടെ റൈസ് ഇതിൽ കിടന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ഫ്രൈ ചെയ്താൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂടാക്കിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇനി കുക്ക് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഹോൾ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കുക. ഇടയ്ക്കൊന്ന് നോക്കുക, ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തിടണം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നമ്മുടെ റൈസ് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കി ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുക്കായിട്ടുണ്ട് കറക്റ്റായിട്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിരുന്ന് തന്നെ ഇനി ലൈറ്റായിട്ടൊന്ന് വെറ്റായിരിക്കണം. അതിരുന്ന് ഒന്ന് ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ റൈസിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടൊക്കെ ആഡ് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗീ കൂടെ മുകളിൽ ഒഴിക്കാം, കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മുകളിൽ കുറച്ച് മല്ലിയിലയും ഇട്ട് നമ്മുടെ കാഷ്യൂനട്ടും പിസ്തയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഒരു വിളമ്പണ പ്ലേറ്റിലേക്ക് എടുത്ത് കാണിക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കുക്കറിൽ വെച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മുടെ പഞ്ചാബി മട്ടൻ കറിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൊരിയാണ്ടർ ചമ്മന്തിയും കൂടെ ഉണ്ട്. വളരെ ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് പപ്പടം ഇതിന് മുമ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡേറ്റ്സ് പിക്കിളും ഉണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാത്തവർ കാണുക. എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്